വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ വ്ലോഗ് ടീൽസ് ബൈ ആദർശ. ഇന്നത്തെ വീഡിയോ നമ്മുടെ +1 സ്റ്റഡീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. കാരണം കുറച്ച് പേര് ഞാൻ ഇടണ്ടെന്നല്ല, കുറച്ച് തിരക്ക് കാരണം ഇടാൻ ഡിലേ ആയ വീഡിയോ ആണ്. പക്ഷേ കുറേ പേര് ചോദിച്ചു ഈ ഒരു വീഡിയോ എക്കണോമിക്സും മാത്സും പഠിക്കുന്നത്. ഞാൻ ഓക്കെ, അപ്പോൾ എൻ്റെ സാധനം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയാൻ നന്ദി. ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ്. ആദ്യം മാത്സ് പഠിക്കേണ്ട കാര്യം പറഞ്ഞുതരാം, എന്നിട്ട് എക്കണോമിക്സിൻ്റെ കാര്യം പറയാം കേട്ടോ. നമ്മുടെ എക്സാംസ് ഒക്കെ ഏകദേശം തീരാറായി. ഞാൻ ഈ എക്സാം ടൈമിലാണ് ഈ ഒരു സ്റ്റഡി റിലേറ്റഡ് കോണ്ടൻസ് ഒക്കെ ചെയ്യണത്. കാരണം എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും ട്രിക്സും അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ വെക്കേഷൻ ടൈമിൽ ഞാൻ എൻ്റെ നോർമൽ കണ്ടൻസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതോടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം ടേബിളിൻ്റെ കാര്യം പറഞ്ഞു തന്നാൽ, ഇപ്പോൾ നമുക്ക് മാത്സ് എക്സാം ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. മാത്സ് ആണ് നമുക്ക് ആദ്യം പഠിച്ച് തീർക്കേണ്ടത്, എന്നിട്ട് എക്കണോമിക്സ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബുധനാഴ്ച തൊട്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കേണ്ട രീതി പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം നല്ലോണം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പഠിച്ചു തുടങ്ങി, ചൊവ്വാഴ്ചയാണ് ഞാൻ മര്യാദക്കൊന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. എനിക്കൊരു ടൈം ടേബിൾ ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാം, അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ഡിലേ ആയത്. മാത്സ് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ എല്ലാ കോൺസെപ്റ്റും റിവൈസ് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ മെയിൻലി എജുപോർട്ടും എക്സാമിനേഴ്സിലും 1 മണിക്കൂറിൽ താഴെ നമുക്ക് ഫുൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരുന്നത്. അതായത് ഓരോ കോൺസെപ്റ്റിൽ നിന്ന് ഒരു ചോദ്യം വെച്ച് ചെയ്യുന്ന ക്ലാസ്സുകൾ എജുപോർട്ടിലും എക്സാമിനറിലും ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അഡ്വാൻസ്ഡ് ലെവലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൈലം നോക്കുക. സൈലത്തിൽ കുറച്ചുകൂടെ സയൻസുകാർക്കൊക്കെ ബെറ്റർ സൈലത്തിലുണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ലെവലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈലും, പിന്നെ അതുപോലെ ഗൂഗിളിൽ നിങ്ങൾക്ക് ഫുൾ ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ബാങ്ക് കിട്ടും കേട്ടോ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് ഒരു 3 ദിവസം കൊണ്ട്, ഇതിപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാത്സ് ഇച്ചിരി സെറ്റാക്കുക. ഇനി എക്കണോമിക്സിന് വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കാൻ ഒന്നെങ്കിൽ ഒരു 5 ദിവസം, 6 ദിവസം കുറച്ച് കൂടുതലാണ്, ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് എക്കണോമിക്സ് പഠിച്ചു തീർക്കാവുന്നതാണ് കേട്ടോ. അതല്ല എക്കണോമിക്സ് മാത്രം, കമ്പ്യൂട്ടർ, മാത്ത്, പൊളിറ്റിക്സും കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ട് എക്കണോമിക്സ് പഠിക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. കൊമേഴ്സ് മാത്സുകാർക്ക് മാത്സിനും എക്കണോമിക്സിനും വേണ്ടി ടൈം ഡിവൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു തന്ന രീതി ഇത് മാത്രമേ ഉള്ളൂ. ആദ്യം കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ കാണുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കാം. ഇനി എക്കണോമിക്സ് പഠിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എക്കണോമിക്സ് എളുപ്പമാണ്. മാത്സിന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്സിന് കുറച്ച് ഡേയ്സ് കൂടുതൽ എടുക്കാം, എക്കണോമിക്സിന് കുറച്ച് എടുക്കാം, അല്ലെങ്കിൽ അത് ഈക്വലായിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകട്ടാം. അടുത്തത് എക്കണോമിക്സ് നമുക്ക് 25-ാം തീയതി എക്സാം ഉള്ളത്. എക്കണോമിക്സ് പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സാറ് വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഉണ്ട്, എന്നാലും ഷോർട്ട് നോട്ട്സ് പോലത്തെയാണ്. അപ്പം എനിക്കത് റെഫർ ചെയ്താൽ മതി. ഞങ്ങൾക്ക് ടെക്സ്റ്റ് പോലും, ബുക്ക് പോലും ഇല്ല. പക്ഷേ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തിയറി കുറച്ചുകൂടെ അതിൽ നിന്ന് പഠിക്കാനാണ് കുറച്ചുകൂടെ കംഫർട്ട്. എക്കണോമിക്സ് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോർഷൻ തിയറിയാണ്. തിയറി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ നോട്ട്സിൽ നല്ല ക്ലിയർ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. അതല്ല കുറച്ച് 1 വേർഡും കാര്യങ്ങൾ എക്സ്ട്രാ കുറച്ചുകൂടെ റിസോഴ്സ് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ പണ്ട് സോഷ്യൽ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് പഠിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എക്കണോമിയുടെ ആ ഒരു പോർഷൻ പഠിക്കാം. അപ്പോൾ അത് പഠിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഞാൻ സൈലോണ് കാണുന്നത്, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ലൈവ് ഉണ്ടാവും. ഈ ഒരു സ്റ്റാറ്റിയുടെ പോർഷൻ, സ്റ്റാറ്റില്ല, ഇന്ത്യൻ എക്കണോമിയുടെ പോർഷൻ പോലും. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാനൊരു ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി സ്റ്റാറ്റ് പഠിക്കേണ്ടത് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ ഒരു 3ാമത്തെ ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ളത് എല്ലാം നിങ്ങൾ ഓരോ പൈ ചാർട്ട് മറ്റേത് മറിച്ചാക്കില്ല, അത് ഓർഡറിൽ ഒരു നിങ്ങൾക്ക് നോട്ട് ഉണ്ടാവുമല്ലോ, അതിലൊരു ക്വസ്റ്റ്യൻ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവാം. എന്നിട്ട് പിന്നെയും കുറേ ക്വസ്റ്റ്യൻസിന് സൈലൻറ്റ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ 1 വേർഡ് സ്കിപ്പ് ചെയ്യരുത്. 1 വേർഡിന് യൂട്യൂബിലുള്ള സൈലത്തിൻ്റെ ക്ലാസ്സിൽ 1 വേർഡൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എക്കണോമിക്സും ഇങ്ങനെ. അപ്പോൾ ഞാൻ പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ഒക്കെ നിങ്ങളുടെ രീതിയിൽ ഓർഡർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് സ്റ്റഡി വീഡിയോ ആണ്. ഇനി നമുക്ക് +2 എക്സാമിൻ്റെ സമയത്ത് കാണാം. ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ നോർമൽ കണ്ടൻറ്റ്സ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും അങ്ങനത്തെ കണ്ടൻറ്റ് കാണുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചാനലിലും എൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡേയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് എടുക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.